അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ രാംപാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അയോധ്യയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം വാരണാസിയിലായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് അയോധ്യയിലേക്ക് വന്ന്. അപ്പോൾ അയോധ്യയിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ടാവുക. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുന്നിലാണ്. ഇവിടെ ഒരു റൂമുണ്ട്, ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഹനുമാൻ ഗഡിയാണ് ആ കാണുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഇടവഴി കൂടി ഇങ്ങനെ ഒരു വഴിയുണ്ട്, ചെറിയ വഴി, ഇടവഴിയല്ല റോഡ് തന്നെയാണ്. അപ്പോൾ അതിൽ കൂടെ വന്നിട്ട് ഇതിലാണ് ഞങ്ങൾ റൂം എടുത്തത്. നല്ല റൂമൊക്കെയാണ്, ഉള്ളിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. 1000 രൂപയാട്ടോ വാങ്ങിച്ചത്, 1000 രൂപയ്ക്കാണ് റൂം. അപ്പം പിന്നെ ഇത് കുറച്ച് ഉള്ളോട്ടാണ്, ഫാമിലിക്കൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു ഇതുള്ള വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് സ്ഥലമാണ്, കുഴപ്പമില്ല. ബാച്ചിലേഴ്സിനൊക്കെ ഒന്നും താമസിക്കാൻ ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം പിന്നെ അപ്പുറമൊക്കെ എന്ന് വെച്ചാൽ 1000, 1500 രൂപ, 1800 രൂപയൊക്കെയാണ് ചാർജ്. ഭയങ്കര ചാർജാണ്. റൂമൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ ഇവിടെ. ഇതാണ്, ഇവിടെയൊക്കെ വീടുകൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ വീടുകളാണ്. അവിടെയാണ് ഹനുമാൻ ഗഡി, അതാ അവിടെ ഇവിടെയാണ്. ഇത് കണ്ടില്ലേ, അവിടെ ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ് ഹനുമാൻ ഗഡി. അവിടെ പോകണം നമുക്ക്. ഇതാ ഇവിടെയൊക്കെ വീടുകളുണ്ട്, അടിപൊളി സ്ഥലമാണ്. ഇവിടെ പിന്നെ പന്തറുണ്ട് കേട്ടോ, വാനരന്മാർ അവരിഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്ന് ഒരുത്ത വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് പശുക്കൾക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കാനുള്ള ഒരു തൊട്ടിയായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം, തൊട്ടിയാണെന്നാണ് തോന്നുന്നത്. നമ്മളിവിടുന്ന് ഹനുമാൻ ഗഡിയിലേക്ക് പോവുകയാണ്. ഇതാണ് വഴി. ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഒരേ രീതിയിലുള്ള ഷോപ്പാട്ടോ, ഒരേ രീതിയിൽ പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പിന്നെ സൈഡിലൊക്കെ പല തരത്തിലുള്ള കച്ചവടങ്ങളാണ്. ഷോപ്പുകളിൽ ഇങ്ങനെ ഫോട്ടോസ്, വള, മാല, പിന്നെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ കൊടികൾ ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രസാദാണ് ഇതെന്ന് തോന്നുന്നു, ഈ ലഡുവിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാ ഷോപ്പിലും ഉണ്ട് കേട്ടോ ലഡു. പിന്നെ മാല, പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ സാധനം
ये माखन मिश्री माखन मिश्री है माखन मिश्री बहुत टेस्टी बहुत जोरदार भैया क्या नाम है माखन मिश्री माखन बाबू माखन मिश्री बहुत टेस्टी बहुत जोरदार भैया माखन मिश्री है माखन मिश्री ഈ ലഡു ആണ് പ്രസാദമായിട്ട് ആളുകൾ വാങ്ങിയിട്ട് പോകുന്നത് ആ ക്ഷേത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ലഡു വാങ്ങി പോകും ഇങ്ങനെ ചെറിയ പാക്കറ്റുകളിലായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഹനുമാൻ ഗഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ ഇവിടെ നല്ല ക്യൂ ആണ് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെയാണ് ഹനുമാൻ ഗഡി ഇത് ആൾക്കാർ നിറഞ്ഞ് ക്യൂ ആണ് ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ആണ് ക്യൂവിൽ നിൽക്കുകയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി കേട്ടോ ഇവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതുക്കി പണിയാണ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്
പുറത്തേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി പുറത്തേക്ക് പോവുകയാണ്. അടിപൊളിയാണ് ഹനുമാൻ ക്ഷേത്രം, കളർഫുള്ളാണ്. പിന്നെ ആസാദ് തിരക്കാട്ടോ, അപാര തിരക്കാണ്. കാരണം അവിടെ പ്രസാദം കൊടുത്തിട്ട് തിരിച്ച് വാങ്ങുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ലഡു ഉണ്ടല്ലോ, അത് ഇവരൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെണ്ണം അവിടെ എടുക്കും, എന്നിട്ട് ബാക്കി തിരിച്ചു കൊടുക്കും. അതിനുള്ളൊരു തിരക്കാണ് അവിടെ കാണുന്നത്. അപ്പം പുറത്തേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കച്ചവടങ്ങളാണ് കേട്ടോ, അടിപൊളിയാണ്. ഇവർക്കൊക്കെ ഇപ്പോൾ ഒന്നുകൂടി തിരക്ക് കൂടി ഉണ്ടാവും. കാരണം ശ്രീരാം മന്ദിർ കൂടി വന്നോടുകൂടി ഫുള്ള് ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ളായിട്ട്. അത്രയ്ക്കും ഡെയിലി ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ, ദിവസവും ഇങ്ങനെ തന്നെ. ബോർഡിൽ കുറേ ഭാഷകളുണ്ട്. ഏതൊക്കെ ഭാഷകൾ എഴുതി വെച്ചിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു അങ്ങനെയുള്ള. അതിൽ നമ്മളെ മലയാളവും ഉണ്ട് കേട്ടോ. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഹനുമാൻ ഗാർഹി മന്ദിർ. നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല തിരക്കാണ് ഉള്ളിൽ. ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അടിപൊളിയാണ്, കളർഫുള്ളാണ് ക്ഷേത്രം. നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും. പിന്നെ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ രാംപത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്, ഒരുപാട് ആളുകളുണ്ട്. അത്രയ്ക്കും നല്ല തിരക്കാട്ടോ. പക്ഷേ തിരക്കായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്രയ്ക്കും വിശാലമായിട്ടുള്ള നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, തിരക്കുണ്ടായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെയാണ് അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത്. ഫസ്റ്റിൽ നമ്മൾ കാണുന്ന ഗേറ്റാണിത്. ഇവിടുന്നാണ് അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അത് ആ വഴി നമുക്ക് ഇവിടുന്ന് കാണാം. ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയാണിത്. ഇതിലെ ലൈനായിട്ട് ഇങ്ങനെ പോയിട്ട് വേണം ഉള്ളോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. ഹൈ സെക്യൂരിറ്റിയാണ് ഇവിടെ, ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ.
ഇവിടെയൊക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ വെൽഡിങ് ജോലികളും അങ്ങനെയുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ആളുകളും ഫുള്ള് നല്ല സുഖമായിട്ട് പോയി വരാൻ. ഒരു വലിയ തിരക്കൊക്കെ ഉണ്ടെങ്കിലും സുഖമായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. വലിയ ക്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. അവിടുന്ന് തിരിച്ച് വരുന്നത് ഇത് വഴിക്കാണ് കേട്ടോ. അതുവഴിക്ക് വരുന്നത് കാണാം. അവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബാഗ് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളോട്ട് കടത്തി വിടുന്നുള്ളൂ. നമ്മളെ ബാഗ് അവിടുന്ന് എടുത്ത് സ്കാൻ ചെയ്ത് കിട്ടി. അവിടെയാണ് ലോക്കർ ഉള്ളത്. ലോക്കറിൽ നമ്മുടെ മൊബൈല് അങ്ങനെയുള്ള ബാഗ് സാധനങ്ങളൊക്കെ അവിടെ വെക്കണം. അപ്പോൾ അവിടെ വെച്ചതിന് ശേഷം നമുക്കൊരു ചാവി തരും. ലോക്കറിൻ്റെ ചാവി നമുക്ക് തരും. എന്നിട്ട് ശേഷം മാത്രമേ ഉള്ളോട്ട് കടത്തി വിടുള്ളൂ. ഇവിടെ നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ചെരുപ്പ് നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് നമ്പർ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വാങ്ങിക്കാം. ചെരുപ്പ് വെക്കാനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടുന്ന് ക്ഷേത്രം നമുക്ക് തീരെ കാണാൻ സാധിക്കില്ല. ക്ഷേത്രം കുറച്ച് അങ്ങോട്ടാണ്. അങ്ങോട്ട് നമുക്ക് ക്യാമറ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് അത് സെക്യൂരിറ്റിയാണ്. ഇനി അങ്ങോട്ട് ഇവിടെ ലോക്കറിൽ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം മാത്രം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ലോക്കറിൽ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്യാമറ, മൊബൈൽ ഫോണ് ഒരു സാധനം ഉള്ളോട്ട് കടത്തി വിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരാം. ഇതാണ് ലോക്കർ സൗകര്യമുള്ള സ്ഥലം. ഇവിടെയാണ് നമ്മളെല്ലാം വെച്ചിട്ട് പോകേണ്ടത്. ലോക്കറിൽ സാധനങ്ങൾ വെക്കാനുള്ള ക്യൂ ആണിത്. ഇവിടെയാണ് നമ്മളെ ക്യാമറ, ബാഗ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ, പൈസ കൊടുക്കണം. ഇവിടെ ഒരു ചാവി നമുക്ക് തരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് പോയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. എന്താ പറയുക, അടിപൊളി സംഭവമാണ്. ഫുള്ള് കൊത്തുപണികളും ഇതൊക്കെ ആയിട്ട്, മാർബിളിലും കല്ലിലൊക്കെ ആയിട്ട്, ഗ്രാനൈറ്റിലൊക്കെ ആയിട്ട് നിർമ്മിച്ച അടിപൊളി സംഭവമാണ്. ഒന്നും പറയാനില്ല, സൂപ്പർ. ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് വെച്ചിട്ട് മറച്ചിരിക്കുകയാണ്. മറച്ചിട്ടാണ് വർക്ക് നടത്തുന്നത്. മുട്ട ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അവിടെ ഒരു ആൽമരമുണ്ട്.
അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാൾ നിന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പുഷ്പമൊക്കെ എടുത്തിട്ട് മറ്റേ മൂപ്പര് കൊണ്ടുവന്നുണ്ട്. അതാ കഴിക്കുന്ന വെച്ച പൂക്കളൊക്കെ എടുത്തിട്ട് ആ വാനര കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. എന്താ ശ്രീ സുഗ്രീവ് കില അയോധ്യ. എനിക്ക് തെറ്റിട്ടോ, അത് ശ്രീ സുഗ്രീവ് കില അയോധ്യ എന്നുള്ള അത് ക്ഷേത്രമല്ല സംഭവം. ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ച് ഹോസ്പിറ്റലാണ്, ചികിത്സാലയമാണ് അത്. ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് കയറി നോക്കാം. ഇത് സുഗ്രീവൻ്റെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് തെറ്റിയിട്ടില്ല കേട്ടോ. എവിടെയാണ് ചികിത്സാ കേന്ദ്രം? എനിക്ക് തോന്നുന്ന ആയുർവേദ അതേപോലെയുള്ള ചികിത്സകളായിരിക്കും. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ക്ഷേത്രമുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ചികിത്സാ കേന്ദ്രമുണ്ട്. ഇവിടുത്തെ ഏറ്റവും രസകരമായ കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടേ, ഇവിടുന്ന് ഇതാ കുറച്ച് ഏറുന്ന സ്ഥലമായതുകൊണ്ട് അയോധ്യയിലേക്കുള്ള വഴിയും ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണാം. പിന്നെ അപ്പുറമാണ് അതാ ഇവിടെ ഇതാണ് ഹനുമാൻ ഗഡി. കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു കാഴ്ച ഇവിടുന്ന് കിട്ടും കേട്ടോ. അതാ അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ഇവിടുന്ന് കാണാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വാനരന്മാർ. അവരിതാ ഇവിടെ ചൊലയിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ക്യൂന്ന് വാങ്ങിക്കാം. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള ക്യൂവിൽ ഞാനും നിന്നിട്ടാണ്. നമുക്കും വാങ്ങി നോക്കാം. രാവിലെ തന്നെയുള്ള ഫുഡ് ഇന്ന് ഇതാക്കാം. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫുഡ് വാങ്ങിക്കുന്നുണ്ട്. ഇതെന്താ സാധനം എന്നറിയില്ല കേട്ടോ, കഴിച്ചു നോക്കാം. അപ്പോൾ എവിടെ നിന്നിട്ട് കഴിക്കാം.
അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി സാധനം അല്ലേ. അയോധ്യ എയർപോർട്ട് റൈറ്റ് സൈഡിലേക്കാണ് ഇവിടുന്ന്. അതാ 15 കിലോമീറ്ററാണ് ഇവിടുന്ന്. പിന്നെ ഇപ്പം ഒരു ഘോഷയാത്ര പോയതാണ് അങ്ങോട്ട്. അടിപൊളി അതിലായിരിക്കും. അപ്പോൾ അതാണ് ലക്നൗവിലേക്ക് 140 കിലോമീറ്റർ, പിന്നെ എയർപോർട്ടിലേക്ക് 5 കിലോമീറ്റർ, ഗോരഖ്പൂരിലേക്ക് 132 കിലോമീറ്റർ. അതാ അവിടെയാണ് നയാ ഘട്ടുള്ളത് കേട്ടോ. ഘാട്ടുകൾ പുതുതായിട്ട് പെടുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. ഇവിടെ ഒരു സംഭവമുണ്ട്. അത് അവിടെയാണ് ലതാ മങ്കേഷ്കർ ചൗക്ക്. ഇതാണ് ലതാ മങ്കേഷ്കർ ചൗക്ക്. ലതാ മങ്കേഷ്കറിനോടുള്ള ആദര സൂചകമായിട്ട് പണിത ഒരു സംഭവമാണ്. സരയൂ നദിയിലേക്കുള്ള വഴിയാണ്. സൂപ്പറാണ് കേട്ടോ സരയൂ നദി. അടിപൊളിയായിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഭംഗിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. സരയൂ നദീൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. ഇവിടെ ഇങ്ങനെ പടിപടി പോലെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടി. അത് നല്ല ഒരു പാർക്ക് പോലെ ആണ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഘാട്ടിൻ്റെ മറ്റൊരു സൈഡിൽ കൂടി നടക്കുകയാണ്. ഇവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. രുദ്രാക്ഷം, കളഭം, പല ഐറ്റംസും, ലോക്കറ്റുകൾ, അങ്ങനെയുള്ള കീ ചെയിൻ, ഫോട്ടോസ് ഒക്കെ വിൽക്കുന്ന ആളുകളാണ്. ഒന്ന് സരയൂ നദിയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇതിലെ നമുക്ക് ഇതിലേ ഇറങ്ങാൻ പറ്റില്ല. ഇതിലൊന്ന് സരയൂ നദിയിലേക്ക് ഇറങ്ങി നോക്കാം. അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്.
നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. സരയിൽ അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇറങ്ങി കാലൊന്ന് കാണിച്ച് അത്ര തന്നെ. ഇവിടെയാണ് നമ്മൾ ആ മീഡിയയിലൊക്കെ കണ്ട ഇതില്ല ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലം. അത് ഇവിടെയാണ്. ഇവിടെ എപ്പോഴും ചിലപ്പോൾ നൈറ്റിൽ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ. ടൈമുണ്ടെങ്കിൽ നമുക്കൊന്ന് വന്ന് നോക്കണം. ഇവിടെ എന്തോ മറ്റേ ഇത് ചെയ്യാം കേട്ടോ അവർ. രാം മന്ദിറിൻ്റെ ഇതിൽ രംഗോലി ഇതില്ലേ കളർ കൊണ്ട് ചെയ്യുന്ന ആ സംഭവം ഉണ്ടോ. ഇവിടെയാണ് കേട്ടോ ഈ സരയുവിൻ്റെ മറ്റൊരു ഭാഗം. ഇതാണ് സരയൂ നദിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് പുതിയ നയാഗട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് പുതുതായിട്ടുണ്ടാക്കിയ ഒരു സംഭവം. കണ്ടോ, അവിടെ വെച്ചിട്ടാണ് വെള്ളം പമ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഈ പുതിയ ഗട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കുന്നത്. ആ സംഭവമാണ്. എത്ര ഫോഴ്സിലാണ് അറിയാം വെള്ളം വരുന്നത്. വാ, സൂപ്പറാണ് കേട്ടോ. സരയൂ നദി ഭയങ്കര വിശാലമായ നദിയാട്ടോ. വാ, എന്താ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് വേണ്ടവർക്ക് ഇതിൽ കൂടി ചുറ്റിക്കറക്കി ഇങ്ങനെ കൊണ്ടുവരുമായിരിക്കും. അടിപൊളി. അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, സൂപ്പർ സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിലും നല്ല കാറ്റുണ്ട്. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അടിപൊളി. ഇവിടെ നിന്നുള്ള സരയൂ നദിയിൽ നിന്നുള്ള വെള്ളം
ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇങ്ങനെ ഇവിടത്തേക്ക് എത്തിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒഴുക്കിയിട്ട് പുതിയ ഘാട്ടിലേക്ക് ഒഴുക്കി വിടുന്നത്. വെയിലുണ്ട് എന്നതൊഴിച്ചാൽ അടിപൊളിയാണ് ഈരോടി നടക്കാൻ. നല്ല വഴികൾ, നീറ്റായിട്ടുള്ള വഴി, കച്ചവടക്കാർ ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബാണ്. അയോധ്യയിൽ നിന്നുമുള്ള മനോഹരമായ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അതിമനോഹരമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.